നമ്മുടെ കോഴിക്കോട് പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബിരിയാണി സെന്റർ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ വഴിക്ക് പോകും, നമ്മളെ കോഴിക്കോട് കാരപ്പറമ്പ് പോകാത്താണെങ്കിലും പോകുമ്പോൾ കണ്ടതാണ്. നമ്മളെ തലശ്ശേരി ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അങ്ങനത്തെ എല്ലാ സാധനം, നെയ്ച്ചോറ്, സ്റ്റൂ ഒക്കെ കാണുന്നുണ്ട് ബോർഡിൽ. ഞാൻ എന്തായാലും ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ട്, പിന്നെ നമ്മളെ തലശ്ശേരി ബിരിയാണി വാങ്ങിയിട്ടുണ്ട്, ലഗോൺ ബിരിയാണി, ബീഫ് ബിരിയാണി, അങ്ങനെ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. മോളൊക്കെ ഉള്ളതുകൊണ്ട്, മോളും വൈഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫ് തലശ്ശേരി ബിരിയാണി കഴിച്ച്, ഞാൻ ബീഫ് ബിരിയാണി എടുത്തിട്ടുണ്ട്, മോള് ലഗോൺ ബിരിയാണി. അങ്ങനെ റൈസൊക്കെ കാണാൻ നല്ല സോഫ്റ്റ് സാധനം കേട്ടോ. നോക്കട്ടെ എങ്ങനെ ഉണ്ട് നമ്മളെ കൈമ റൈസുള്ള ആ ഒരു ബിരിയാണി. നല്ല ഫ്ലേവർ, റൈസൊക്കെ നല്ല ഫ്ലേവർ. പിന്നെ പീസൊക്കെ ഉള്ള 2 പീസാണ് വരുന്നത്, നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് വെന്ത് അലിഞ്ഞ പീസ്. അതെങ്ങനെ മസാല റൈസുകള് അടിപൊളി. പിന്നെ എന്താ പറയാ, അച്ചാറുണ്ടായിരുന്നു, നമ്മളെ പപ്പായന്റെ അച്ചാർ, മധുരമുള്ള അച്ചാർ, ഉള്ളി സാലഡ്, ഇതൊക്കെ കൂട്ടി അങ്ങോട്ട് പിടിക്കാട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഒരു പഴയ രീതി, എന്താ പറയാ, നമ്മളെ സിംഗിൾ സീറ്റ് ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഈ സീറ്റിംഗ് ഒക്കെ നല്ല രസമായിരുന്നു, നമുക്ക് സിംഗിൾ ആയിട്ട് പോകണം, അതിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ആ രീതിയിൽ സീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് അടിപൊളി. അച്ചാറും സാലഡൊക്കെ കൂട്ടി അങ്ങോട്ട് പിടിക്കാം. നല്ല ഫ്ലേവറുള്ള റേറ്റ് ബിരിയാണി കേട്ടോ. പിന്നെ റേറ്റ് 160, 140 ഒക്കെയാണ്. ഒരു ചെറിയ ചിക്കൻ പൊരിച്ചും കൂടി വെക്കായിരുന്നു നമ്മുടെ കോഴിക്കോട് രീതി വെച്ചിട്ട്. സ്പോട്ട് വേറെ ഇടല്ലോ, നമ്മുടെ കോഴിക്കോട് കാരപ്പുറമെന്ന് ഈസ്റ്റിലേക്ക് പോകുന്ന റോഡില്ലേ, ASR റോഡിന്റെ നടുവിലായിട്ട് വരും. ഒരു AVR ബിരിയാണി കമ്പനി അങ്ങനത്താണ് പേര് വരുന്നത്.